നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജനകീയ വിഷയങ്ങളുമായി ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി ആസ്ഥാനമായ IT കമ്പനി ടാൽറോപ്പ് ശമ്പളം കൊടുക്കാതെ പൂട്ടാനൊരുങ്ങുന്നു എന്ന വാർത്തകൾക്കിടെ കമ്പനി നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുകയാണ് നിക്ഷേപകർ. നിക്ഷേപം നടത്തിയ പലർക്കും പണം തിരികെ കിട്ടിയില്ലെന്ന് നിക്ഷേപകരുടെ പ്രതിനിധി പറയുന്നു. കള്ളപ്പണ ഇടപാടടക്കം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് EDക്കും NIAക്കും നിക്ഷേപകർ പരാതി നൽകും. കാണാം കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തട്ടിപ്പ് തരികിട. ടാൽറോപ്പിലെ 300-ലധികം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുകയും അതിനെ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കും പിന്നാലെയാണ് വലിയ കള്ളപ്പണ ഇടപാടിന്റെയും നിക്ഷേപ തട്ടിപ്പിന്റെയും ആരോപണങ്ങൾ പുറത്തുവരുന്നത്. പലരും ഇതിനോടകം തന്നെ പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരു IT കമ്പനിക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിൽ സിലിക്കൺ വാലി കൊണ്ടുവരുമെന്നും IT മേഖലയിലും ഡിജിറ്റൽ രംഗത്തും വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് ടാൽറോപ്പ് രംഗത്ത് വന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്നിൽ നടന്നത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണെന്നാണ് ആരോപണം. പുറമെ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചുള്ള പരാതികളും. ഒറ്റനോട്ടത്തിൽ AI അപ്ഗ്രേഡ് ചെയ്ത ഒരു IT കമ്പനിയിലെ തൊഴിൽ പ്രതിസന്ധി എന്ന് തോന്നുമെങ്കിലും സംഗതി അതല്ല. വലിയ ലാഭം വാഗ്ദാനം ചെയ്ത കോടികളാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിക്ഷേപകരിൽ നിന്ന് കമ്പനി തട്ടിയെടുത്തത്. ലാഭം കിട്ടാതായതോടെ നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തുകയാണ്. ഈ 10 ലക്ഷം മാത്രം ക്യാപിറ്റൽ കാണിച്ചിട്ടുള്ള ഒരു ടാൽറോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് 500 കോടിക്ക് മേളിൽ റേസ് ചെയ്യാൻ പറ്റുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ വെച്ചിട്ട്? അതാണ് ആദ്യത്തെ ചോദ്യം. NIAയിലും EDക്കും പരാതി കൊടുക്കുന്നുണ്ടാവും. കാരണം ഇപ്പൊ നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർക്കൊന്നും ഉത്തരവില്ലാത്തതാ. ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഇവർക്ക് യാതൊരു തീരുമാനവും കൊടുക്കുന്നില്ല. എല്ലാവരും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണ്. അതിന്റെ MD ഇപ്പൊ താമസിക്കുന്നത് അബാദിലാണ്. ടാൽറോപ്പിന്റെ ഇരകളായവരിൽ പകുതിയിലേറെയും സാധാരണക്കാരാണ്. വില്ലേജ് പാർക്ക്, ഡിജിറ്റൽ എക്കോസിസ്റ്റം തുടങ്ങി വലിയ പ്രൊജക്ടുകൾ ചൂണ്ടിക്കാട്ടി നിക്ഷേപകരെ ആകർഷിച്ചു. സിനിമാ താരങ്ങളെയും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ പരസ്യവും കാണിച്ച് വിശ്വാസ്യത ആർജിച്ചു. മാതൃസ്ഥാപനം കാണിച്ച് ഷെൽ കമ്പനികളിലേക്കാണ് നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചത്. റിട്ടേൺ മുടങ്ങിയപ്പോൾ ബിസിനസ്സുകൾ തകർന്ന പ്രമുഖ കമ്പനികളോട് താരതമ്യപ്പെടുത്തി ന്യായീകരിക്കുകയാണെന്ന് നിക്ഷേപകർ പറയുന്നു. ചതി മനസ്സിലായവർ പലരും നിയമ നടപടി സ്വീകരിച്ചെങ്കിലും എങ്ങും എത്തിയിട്ടില്ല. ഇൻവെസ്റ്റേഴ്സിന് സാധാരണ ഒരു കമ്പനിയിൽ ചെല്ലാൻ നേരത്ത് നമ്മൾ ഒന്നെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ കൊടുക്കും, അല്ലെ? ഒരു കുന്തം കൊടുത്തിട്ടില്ല. ഇവരൊരു എഗ്രിമെന്റിനകത്ത് നിങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണർ ആണെന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഒരു മുദ്രപത്രത്തിൽ കൊടുക്കും. അതായത് വാടക കരാർ. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന് കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇതിനകത്തുള്ള തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് വലിയ നോളജ് കുറവാണ്. കമ്പനിയെ കുറിച്ചുള്ള വിശദ വിവരങ്ങളും നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട്. AI അപ്ഗ്രേഡ് ചെയ്യാൻ മാത്രമുള്ള വലിയ പ്രൊജക്ടുകളൊന്നും കമ്പനിയിൽ ചെയ്യുന്നില്ല എന്ന് തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നു. പലർക്കും മാസങ്ങൾ പണിയെടുത്തതിന്റെ ശമ്പളം ഇനിയും കൊടുത്തു തീർത്തിട്ടില്ല. 6 മാസം കൊണ്ട് 100-ലധികം AI ഇന്റഗ്രേറ്റഡ് വില്ലേജ് പാർക്കുകൾ സ്ഥാപിക്കുമെന്നും അതുവഴി 2000-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകാനാകുമെന്നും കമ്പനി പറയുന്നു. പക്ഷേ അത് തട്ടിപ്പിന്റെ അടുത്ത ഘട്ടമാണെന്നാണ് ജീവനക്കാരും നിക്ഷേപകരും പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് മൂലം തൊഴിലാളികളെ പിരിച്ചുവിടുന്നുവെന്ന ലാഘവ മറുപടിക്കപ്പുറം ഗുരുതരമായ ആരോപണങ്ങളും ഞെട്ടിക്കുന്ന വസ്തുതകളുമാണ് പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ ഇരയായവർ കൂടുതൽ പേർ രംഗത്തെത്തും. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് EDയെയും NIAയെയും സമീപിക്കാനൊരുങ്ങുകയാണ് നിക്ഷേപകർ. ലിഡിയ ജേക്കബ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഹസീന ഷാജി ചോദിക്കുന്നു, IT കമ്പനിയിലും തട്ടിപ്പോ? ഇങ്ങനെയൊക്കെ അയാൾ എങ്ങനെ വിശ്വസിപ്പിച്ചു? എങ്ങനെ ജോലിക്ക് കയറും ഉദ്യോഗാർത്ഥികൾ എന്ന ചോദ്യമാണ്. അങ്ങനെ നിരവധി പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. അതിനിടെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വരുന്നുണ്ട്. കോറോ ഹെൽത്തിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് GTECൽ ജോലി നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ തൊഴിൽ നൽകാൻ ശ്രമിക്കും. GTEC പോലെ മറ്റ് കമ്പനികളും സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജോലി നഷ്ടപ്പെടുന്നത് ഒരു ട്രെൻഡല്ല, റിയാലിറ്റിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AI വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി പറഞ്ഞു. കോറോ ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര ആളുകളെ ഇതിലെ GTECലെ കമ്പനീസ് എടുക്കും, അബ്സോർവ് ചെയ്യും. ഇത് ട്രെൻഡല്ലല്ലോ.
ഇത് ഒരു റിയാലിറ്റിയാണ്. ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസ് വരും. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ചെറിയ പ്രയാസങ്ങൾ വരും. ആ പ്രയാസം ചുരുക്കാൻ വേണ്ടിയാണ് ജിടെക് പോലുള്ള ഒരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നത്. നമ്മൾ മറ്റൊരു വിശേഷത്തിലേക്ക് പോവുകയാണ്. മൊബൈൽ കവറേജ് ഇല്ലാതെ ഒറ്റപ്പെട്ട് വനാന്തര ഗ്രാമം. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ കല്ലേലി, ഒരേക്കർ എന്നിവിടങ്ങളിൽ മൊബൈൽ വെറും കാഴ്ചവസ്തു മാത്രമാണ്. കാരണം നെറ്റ്വർക്ക് കവറേജ് ഇല്ല. കാണാം, പത്തനംതിട്ടയിൽ നിന്ന് എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്ഷമിക്കണം, പരിധിക്ക് പുറത്താണ്. വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ ഇവിടെ വളരെ പിറകോട്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു മൊബൈൽ ഫോൺ പോലും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മൊബൈൽ ടവറുകൾ ഉണ്ടെങ്കിൽ പോലും കാര്യക്ഷമമല്ല. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പരിധിക്ക് പുറത്താണ്. ഈ മലയോര മേഖലയാണ് പരിധിക്ക് പുറത്ത്. പുതിയ കാലത്ത് മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് അത്യന്താപേക്ഷിത ഘടകമായ മൊബൈൽ ഫോൺ ഇവിടെ വെറുമൊരു കാഴ്ചവസ്തുവാണ്. ആശയവിനിമയത്തിന്റെ അനന്ത സാധ്യതകളും ഡാറ്റാ ശേഖരണത്തിന്റെ പുതുവഴികളുമൊന്നും അറിയാത്ത കുറേ മനുഷ്യരുടെ ജീവിത ചിത്രം. BSNL മൊബൈൽ ടവർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ഭാഗങ്ങളിലും കവറേജ് ഇല്ല. ചിലയിടത്ത് ആഴ്ചകളോളം നെറ്റ്വർക്ക് തകരാറിലാവുന്ന അവസ്ഥയുമുണ്ട്. 1000-ഓളം തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കല്ലേലി ഹാരിസൺ കോന്നി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കാണ് മൊബൈൽ ഫോൺ കൊണ്ട് കാര്യമായ പ്രയോജനമില്ലാതായിരിക്കുന്നത്. അതായത് ഒരു 100-300 കുടുംബങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ താമസിക്കുന്നതാണ്. അതിൻ്റെ ഒരു 10-200 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മേഖലയും കൂടാണ്. ഉപരിപഠനത്തിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് റേഞ്ചിൻ്റെ ഒരു വിഷയം. BSNL എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടായി പോകും, റേഞ്ചില്ല. തീർച്ചയായിട്ടും ഇത് പല മേഖലയിൽ നമ്മൾ ബന്ധപ്പെട്ട് പരാതികൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ശാശ്വതമായിട്ട് പരിഹാരം കാണാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഈ മേഖല ഇവിടുത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. BSNL എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും തന്നെ, അവരുടെ എല്ലാ മേഖലയും തന്നെ. പക്ഷേ മറ്റ് ഒന്നും റേഞ്ചും ഇല്ല. ഐഡിയ ആയിക്കോട്ടെ, വോഡഫോൺ ആയിക്കോട്ടെ, പിന്നെ ജിയോ ആയിക്കോട്ടെ, ഇതിനൊന്നും റേഞ്ചും ഇല്ല. എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് റേഷൻ സാധനങ്ങൾ പോലും പലപ്പോഴും വാങ്ങാതെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. റേഷൻ കടയിൽ നിന്ന് അവശ്യ സാധനങ്ങൾ ലഭ്യമാകണമെങ്കിൽ കൈവിരൽ പതിപ്പിച്ചു വെരിഫിക്കേഷൻ നടത്തണം. പക്ഷേ നെറ്റ്വർക്ക് പ്രശ്നമുള്ളതിനാൽ പലപ്പോഴും ഇത് നടക്കാറില്ല. പഞ്ചിങ് മെഷീൻ കിലോമീറ്റർ അപ്പുറത്തുള്ള റേഞ്ചുള്ള ഭാഗത്ത് കൊണ്ടുപോയാണ് പലപ്പോഴും വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത്. ഇത് ചിലപ്പോൾ സാധിക്കാറുമില്ല. തൊഴിലാളികൾക്ക് ഏതെങ്കിലും അത്യാഹിതമോ മറ്റു വന്യമൃഗ ആക്രമണമോ ഉണ്ടായാൽ മറ്റുള്ളവരെ വിവരമറിയിക്കാനും ഇവിടുത്തുകാർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ 35 ലൈസൻസിയാണ്. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് നെറ്റിൻ്റെ പ്രശ്നം. ആൾക്കാർ 4-5 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നിട്ട് സാധനം വാങ്ങിക്കാതെ തിരിച്ചു പോവുകയാണ്. എന്ത് ചെയ്യാനാണ്? ഞാൻ എല്ലാവരെയും വിളിച്ചു നോക്കി, തിരുവല്ലയിലുമൊക്കെ വിളിച്ചു, യാതൊരു മറുപടിയും ഇല്ല. അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് അത് തന്നെയാണ്, അവിടുന്ന് ജോലിയെ ചെയ്തിട്ടില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടുന്ന് മിഷനും എടുത്ത് 1-2 കിലോമീറ്റർ പോയാണ് ആൾക്കാരെ കൊണ്ട് കൈ പതിപ്പിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് വാഹന സൗകര്യത്തിന് മറ്റുള്ളവരെ സഹായത്തിന് വിളിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ ഒരു ജോലിക്ക് പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപകടം വന്നാലും വിളിക്കാനും എടുക്കാനും ഞങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വണ്ടിയുടെ കാര്യത്തിനായാലും കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യമായാലും ഓൺലൈൻ പഠിത്തമൊക്കെ ഉണ്ട്. ഈ റേഞ്ച് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. തോട്ടം മേഖല ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും BSNL ഇതേ ഉള്ളൂ. അന്ന് BSNLകാർ സിമ്മ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു വിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നാളെ തന്നെ ശരിയാക്കാൻ പറഞ്ഞ് ഇതുവരെ ഒരു മറുപടിയും തന്നിട്ടില്ല. പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ റോഡിൽ വന്ന് 8 മണിക്കൊക്കെ റോഡിൽ വന്ന് ലൈറ്റ് അടിച്ച് നിന്നോണ്ട് നോക്കി എടുത്തേച്ചാൽ പോകുന്നത്. റേഞ്ചുള്ള പിടിച്ച് വേണം ചെയ്യാൻ. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോലും നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ മൊബൈൽ ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ്. കല്ലേലിയിലെ ഉയർന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഭാഗികമായി നെറ്റ്വർക്ക് ലഭിക്കുന്നത്. വനമേഖലയുമായി അതിരിടുന്ന പ്രദേശത്തെ ജനങ്ങളുടെ മൊബൈൽ കവറേജ് എന്ന മുറവിളി വനരോധനമായി തുടരുകയാണ്. 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പൊതുശ്മശാനം ശോചനീയാവസ്ഥയിലായിട്ട് കാലങ്ങളായി. ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതും പൊട്ടിപ്പൊളിഞ്ഞ ചൂളകളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. നിലത്ത് വെച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ പുക കാരണം ദുരിതമനുഭവിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാണാം, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
നഗരസഭയുടെ ശ്രദ്ധയ്ക്ക്. നഗരത്തിലെ പ്രധാനപ്പെട്ടൊരു പൊതുശ്മശാനത്തിന്റെ അവസ്ഥയാണിത്. കാട് കയറി കിടക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. 2 വർഷം മുമ്പ് സ്ഥാപിച്ച ആധുനിക വാതക ശ്മശാനം പ്രവർത്തിക്കുന്നില്ല. ചൂളകളാകട്ടെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലും. 4 ചൂളുണ്ട്, അതിൽ 2 ചൂള വിടക്കായി കിടക്കുകയാണ്. അത് രണ്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ വർക്ക് ചെയ്യാനുണ്ട്, മറ്റേ ഗ്യാസിന്റെ ഉണ്ട്. ഗ്യാസിന്റെ വർക്ക് ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ് MT പൽപ്പന വെച്ചാണ്. അതിന്റെ ശേഷം ഇവിടെ ഗ്യാസ് വെച്ചിട്ടില്ല. ചൂളയാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീകാൻ അയക്കുന്നു. ഏടിയാവും. അതിനുള്ളിൽ പോയി നിങ്ങൾ ഫോട്ടോ എടുത്താൽ ഞങ്ങൾക്കൊക്കെ അറിയാം. അതിനുള്ളിൽ നിന്ന് പോയേക്കിലേക്ക് പിന്നെ കുറേ ഇവിടെ പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ മരണം ഇവിടെ ആത്മാക്കൾ തട്ടി കഴിച്ചിലേക്ക് അതിനുള്ളിലേക്ക് നിങ്ങൾ പോയി പണിയെടുക്കുമ്പോഴേക്ക് അടന്നു വീണ് അത് നിങ്ങൾ പോയാൽ കമ്പി കാണാം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ. മൃതദേഹം നിലത്ത് വെച്ച് സംസ്കരിക്കുമ്പോൾ പുക സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. മഴക്കാലമായതുകൊണ്ട് ഭയങ്കരമായിട്ട് പുക ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിൻ്റെ. ചുറ്റുവട്ടത്ത് ഓരോ റെസിഡൻസിൽ 100 വീട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ 10-200 വീടുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര കാറ്റായതുകൊണ്ട് ഭയങ്കരമായിട്ട് പുക അങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. വെസ്റ്റിയിൽ പൊതുശ്മശാനത്തിന്റെ കാര്യത്തിൽ കോർപ്പറേഷന് ശ്രദ്ധക്കുറവെന്നാണ് ഉയരുന്ന ആരോപണം. 4 വർഷം മുമ്പ് ഗ്യാസ് കൊണ്ടുവന്ന് വലിയൊരു ഉദ്ഘാടനം നടത്തിയിട്ട് ഏകദേശം 20 ബോഡിയെ മൃതശരീരങ്ങളെ ഇവിടെ ഈ ഗ്യാസിൽ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും പിന്നീട് ഒരു 2 വർഷത്തോളമായിട്ട് ഈ ഗ്യാസിന്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. ഒരു ആളില്ല എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പം ആ ഗ്യാസ് ശരീരം വെക്കുന്ന ആ സ്റ്റാൻഡ് പൊളിഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. മാവൂർ ശ്മശാനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പൊതുശ്മശാനമാണ് വെസ്റ്റിയിൽ. ഓരോ ദിവസവും നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അടി പൊളിഞ്ഞ ചൂളകൾക്ക് പകരം ആധുനിക പുഴക്കുഴൽ സ്ഥാപിച്ച് പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. വാതക ശ്മശാനം എത്രയും പെട്ടെന്ന് പ്രവർത്തനയോഗ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. വെസ്റ്റിൽ ശ്മശാനത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷന് അലംഭാവമാണെന്നാണ് ഉയരുന്ന ആരോപണം. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആധുനിക രീതിയിലേക്ക് ശ്മശാനത്തെ മാറ്റണം. ഇതാണ് ആവശ്യം. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് തൃശ്ശൂർ ജില്ലയിൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലിൻ്റെ കഥയായിരുന്നു. ഒരു വല്ലാത്ത പൊല്ലാപ്പ് തന്നെ അത് സർക്കാരിന് സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. പോലീസിൻ്റെ വാഹനത്തിന്, പോലീസ് ജീപ്പിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാരോപിച്ച് അവിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു ഈ വാഹനം പിടികൂടുന്നു, പിഴയിടുന്നു. അതിനുശേഷം ആ വാഹനത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കണ്ടെത്തുന്നു. പിന്നാലെ പോലീസിൻ്റെ വകയായി അടുത്ത നീക്കം MVIയുടെ വാഹനം പിടിക്കുന്നു. മാത്രമല്ല PV ബിജുവിൻ്റെ വാഹനം പരിശോധിച്ചപ്പോൾ അതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കണ്ടെത്തുന്നു. അതിന് വേണ്ട നടപടി അവർ സ്വീകരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു ജഗപുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ PV ബിജുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. തൃശ്ശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് ചേർത്തായിരുന്നു MVI ബിജുവിനെതിരെ പോലീസ് കേസെടുത്തത് എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. പാലക്കാട് വടക്കാഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് നൽകുന്ന സൗജന്യം ഇനിയില്ല. സൗജന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ലെന്നാണ് ടോൾ പ്ലാസ കമ്പനി അധികൃതരുടെ നിലപാട്. സൗജന്യ യാത്ര നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ജനകീയ വേദി ഭാരവാഹികളുടെ തീരുമാനം. കാണാം, പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കീശകീറും ടോൾ. പന്ന്യങ്കര ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ഇവിടുത്തെ പ്രദേശവാസികളും ടോൾ പ്ലാസ കമ്പനി അധികൃതരും തമ്മിൽ പ്രശ്നങ്ങളും തർക്കവുമാണ്. ഒട്ടേറെ ജനകീയ പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്രാ അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞത്. പന്ന്യങ്കര ടോൾ പ്ലാസയിലെ ഔദ്യോഗിക ടോൾ പിരിവ് 2022 മാർച്ച് 9 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നു മുതൽ പ്രദേശവാസികളിൽ നിന്ന് പണം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്നതും പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തുന്നതും തുടർക്കഥയായിരുന്നു.
പ്രദേശവാസികൾക്ക് ഇതുവരെ നൽകിപ്പോന്നിരുന്ന സൗജന്യയാത്ര പെട്ടെന്നാണ് കമ്പനി പിൻവലിച്ചു തുടങ്ങിയത്. ഇതിനെതിരെ പ്രതിഷേധിച്ചാലും ഇപ്പോൾ നടപടി എടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. അവർ ഒരിക്കലും കരാറിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തു തീർത്തില്ല. എന്നാൽ ടോൾ പിരിക്കുന്നതിന് ഒരു കുറവും അവർ വരുത്തിയിട്ടുമില്ല. ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ടോൾ ഓട്ടോമാറ്റിക് പോകുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പ്രദേശവാസികൾക്ക് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് 10 കിലോമീറ്റർ എന്നുള്ളതായി, നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് 10 കിലോമീറ്റർ എന്നുള്ളതായി. ഇവിടെ ജില്ലാ കളക്ടറുടെ പ്രതിനിധി ഇവിടെ വന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു അളവ് 9.25 വരെയുള്ള ഒരു അളവൊക്കെ നടത്തിയിട്ട് പോയി. പക്ഷേ ഇവർ 7.5 കിലോമീറ്ററേ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ 7.5 കിലോമീറ്ററിൽ നമ്മൾ സമ്മതിച്ചില്ല എങ്കിൽ പോലും അത് അനുഭവിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇല്ലാതെയാക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൗജന്യ പാസിനുള്ള അപേക്ഷയും കമ്പനി സ്വീകരിക്കുന്നില്ല. പ്രദേശവാസികളുടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഫാസ്ടാഗ് വഴിയും ടോൾ ഈടാക്കുകയാണ് കമ്പനി. ടോൾ ഫ്രീ കൊടുക്കുന്നില്ല പരിസരവാസികൾക്ക്. അതേപോലെ തന്നെ മുമ്പ് 3 മാസം 6 മാസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2.5 മാസമായി കുറച്ചിട്ടുണ്ട്. ആർക്കും മെസ്സേജ് അയക്കുന്നില്ല. മറ്റു പലവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാതെ ടോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫാസ്ടാഗ് അങ്ങോട്ട് കടക്കുമ്പോൾ പൈസ നഷ്ടമാകുന്നുണ്ട്. അതിവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ അവർ കരാർ കമ്പനി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു തന്ത്രമാണ്. എന്നുവെച്ചാൽ 1 വർഷത്തിനുള്ളിൽ വീണ്ടും ഈ വാഹനങ്ങൾ രേഖകൾ സഹിതം ഇവിടെ എത്തി പുതുക്കണമെന്നും ഇല്ല എങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഈ സൗജന്യ പാസ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടായി. മുൻപ് കലക്ടറും MP-യും MLA-മാരും ചേർന്ന് നടത്തിയ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ അട്ടിമറിച്ചാണ് പ്രദേശവാസികളിൽ നിന്ന് പണം ഈടാക്കുന്നത്. ഓട്ടോറിക്ഷകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ഓട്ടോ ടാക്സികൾക്കും സൗജന്യം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവരിൽ നിന്നും പണം ഈടാക്കാൻ തുടങ്ങി. ഘട്ടം ഘട്ടമായി സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം നിർത്തലാക്കാനാണ് ടോൾ പ്ലാസ കമ്പനി അധികൃതരുടെ നീക്കം. ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള പ്രദേശവാസികൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും ഈ ടോൾ പ്ലാസ മറികടന്ന് യാത്ര ചെയ്യണമെങ്കിൽ പണം കൊടുക്കണം. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് അതിന് കഴിയണമെന്നില്ല. വീണ്ടും പണം പിരിക്കാനുള്ള നടപടിയുമായി ഈ കമ്പനി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ജന്മനാട്ടിൽ ഭരത് മുരളിക്കായി ഒരുക്കിയ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഇന്നലെ പൊതുജനം കഴുതയല്ല സാർ വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയോട് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. 24-ന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വ്യക്തിപരമായി വൈകാരിക അടുപ്പമുള്ള വ്യക്തിയാണ് ഭരത് മുരളിയെന്നും അദ്ദേഹത്തിന്റെ സ്മാരകത്തിന് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായത് സങ്കടകരമെന്നും മന്ത്രി പ്രതികരിച്ചു. 24 ന്യൂസിൻ്റെ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് വ്യക്തിപരമായും വളരെ വൈകാരികമായി ഒരു ബന്ധമുള്ള ആളാണ് ശ്രീ ഭരത് മുരളി. എൻ്റെ കലാലയമായിട്ടുള്ള ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഞാൻ കോളേജ് യൂണിയൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയപ്പോൾ എൻ്റെ കോളേജ് യൂണിയൻ്റെ ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അന്ന് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം മലയാളത്തിലെ അനുഗ്രഹീതനായ നടനാണ്. നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ നടനാണ്. സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ മലയാളിക്ക് ഏറ്റവും ബഹുമാനമുള്ള നടനാണ്, നാടക നടനാണ്, ചലച്ചിത്ര താരമാണ്, നാടക നടനാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത് വളരെ സങ്കടകരമാണ്. തീർച്ചയായും ഗവൺമെൻറ് അക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കും. ഇതോടെ പൊതുജനം കഴുതയുള്ള സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.